വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം നമ്മുടെ കിണ്ണത്തപ്പം. കണ്ണൂരുകാർക്ക് ഇത് കിണ്ണത്തപ്പാന്ന്. മറ്റുള്ള നാട്ടുകളിൽ എന്താ പേരെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മെയിനായിട്ട് ഇതിന് 4 ഐറ്റംസാണ് വേണ്ടത്. അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ നമ്മൾ ക്ഷമയും വേണം, സമയം കുറേ സ്പെൻഡ് ചെയ്യണം. എന്നാൽ മാത്രം നമുക്ക് നല്ല രുചികരമായിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സാധനങ്ങൾ വെച്ചിട്ടാകുമ്പോൾ വെല്ലമാണ്. ഞാനിവിടെ 1 കപ്പ് വെല്ലം എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് സ്പൂൺ വെച്ചൊന്ന് അതിൽ കട്ടയെല്ലാം ഒന്ന് ഇളക്കി എടുത്തിട്ട് നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അധികം വറ്റിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇതൊന്നും കട്ടിയൊന്നും ഇല്ലാണ്ട് ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. പിന്നെ ഒരു അരിപ്പ വെച്ചിട്ട് അരിപ്പയോ തുണിയോ എന്തോ വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു 2-2.5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഒന്ന് ജസ്റ്റ് പകുതി വേകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കിണ്ണത്തപ്പാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്ന പാത്രം ആദ്യം തന്നെ നെയ്യ് പുരട്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. പൊടിയോ മറ്റുള്ളതൊന്നും കയറാത്ത വിധത്തിൽ ഒന്ന് അടച്ച് വെക്കുക. വെള്ളമില്ലാത്ത ഒരു മൂടി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെതാണെങ്കിലോ അല്ലെങ്കിൽ ചെറിയൊരു ഉരുളിയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേങ്കിൽ സ്റ്റീലിൻ്റെ എടുക്കാൻ പാടില്ല. കാരണം ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയില്ല ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്ത അളവ് കുറച്ച് അധികമാണ്. കാരണം നമുക്ക് ക്വാണ്ടിറ്റി വലുതാണെങ്കിൽ ഇതുപോലെ 1 കപ്പ് അരിപ്പൊടി എടുക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടി കുറച്ചിട്ട് അര കപ്പ് അരിപ്പൊടിയായാലും കുഴപ്പമില്ല. ഇപ്പോൾ 1 കപ്പ് അരിപ്പൊടിയിൽ ഞാനൊരു ഇതിൻ്റെ ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നുണ്ട്. 1-ാം പാൽ കുറച്ച് മാറ്റി വെച്ചിട്ട് 2-ാം പാലും 3-ാം പാലും കൂട്ടിയിട്ടുള്ള ഒരു പാലാണ്. ഇപ്പോൾ എടുത്തിട്ടുള്ളത് നൂൽപ്പെട്ടിനും പത്തിരിപ്പൊടിക്കലാക്കുന്നുള്ള അരിപ്പൊടി എടുത്തിട്ടുള്ള നൈസായിട്ടുള്ള പൊടിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഇതിലേക്ക് 3 കപ്പ് തേങ്ങാപ്പാല ചേർക്കുന്നത്. അര കപ്പ് അരിപ്പൊടിയാണെങ്കിൽ ഒരു 2 കപ്പൊക്കെ മതിയാകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് സ്റ്റൗ ഓണാക്കിയിട്ടല്ല ഗ്യാസിൻ്റെ വെച്ചിട്ടല്ല ചെയ്യുന്നത്. താഴെയോ മാറ്റി വെച്ചിട്ട് ചെയ്യണം. കാരണം ഇത് സ്റ്റൗ കത്തിച്ച സമയത്ത് തന്നെ നിങ്ങൾ മിക്സ് ആക്കുന്നതാണെങ്കിൽ നല്ലോണം കട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയ സമയത്ത് ഇത് തേങ്ങാപ്പാലും അതുപോലെ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള 2 കപ്പ് വെല്ലം കൂടി മിക്സ് ആക്കി എല്ലാം കട്ടയൊന്നും ഇല്ലാണ്ട് അലിയിച്ച് വിസ്ക് വെച്ചിട്ട് അലിയിച്ച ശേഷമാണ് ഗ്യാസ് സ്റ്റൗ ഓണാക്കിയിട്ട് അതിലേക്ക് വെക്കുന്നുള്ളത്. പിന്നെ വേറെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ കൈയിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഞാനതിൻ്റെ തേങ്ങാക്കൊത്ത് ചേർക്കേണ്ടിയിട്ട് തേങ്ങ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് അടിക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നെന്ന് വെച്ചിട്ടാകുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമ്മളിത് ചൂടാക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിലോ ഫുള്ള് ഫ്ലെയിമിലോ ഉണ്ടാക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കി എടുക്കണം. അപ്പോൾ ഇതിന് കുറേ ടൈം വേണ്ടി വരും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത്. കുറേ ടൈം എടുത്തിട്ട് നമ്മൾ ക്ഷമയും ടൈമും എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പകുതി വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും മാറ്റി വെക്കുക. അതുപോലെ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതും മാറ്റി വെക്കുക. പിന്നെ അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പെല്ലാം വറുത്തെടുക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ മാറ്റി വെച്ചതിന് ശേഷം മാത്രം ഇത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാവൂ. കാരണം ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. ഒരു 5 സെക്കൻഡെല്ലാം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് അടിയിൽ നിന്ന് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടാലും കൂടി കട്ട പിടിക്കും. അപ്പോൾ അങ്ങനെ കട്ടയൊന്നും ഇല്ലാണ്ട് കിട്ടണം. അതുകൊണ്ട് തന്നെ ഇളക്കി നല്ല കൈവെടുക്കാണ്ട് ഇളക്കിയെടുക്കണം. പിന്നെ അത് മാത്രമല്ല തേങ്ങ പാൽപ്പൊടി മിക്സ് ആക്കിയിട്ടുള്ള ചേർക്കാൻ പാടില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും. നമ്മുടെ തേങ്ങ വെച്ച് തന്നെ തേങ്ങാപ്പാലിൽ 1-ാം പാൽ 2-ാം പാൽ 3-ാം പാൽ അതെല്ലാം ചേർക്കണം. അല്ലാതെ തേങ്ങാപ്പാൽപ്പൊടി മിക്സ് ചെയ്ത് എടുക്കാൻ പാടില്ല. അങ്ങനെ ഈ ഒരു പരുവത്തിലായി കുറുകി വരുന്ന സമയത്ത് മാറ്റി വെച്ചിട്ടുള്ള 1-ാം പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും ഇതിന്. അങ്ങനെ മാറ്റി വെച്ച് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ പകുതി വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഏലക്കായ് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഏലക്കായ് പൊടി ഇടുന്നതെന്ന് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഏലക്കായും കുരുവെല്ലാം കൂട്ടി ചതച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ളവർ അതുപോലെയും ചെയ്യുക. പിന്നെ ബാലൻസിന് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നെയ്യ് കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ പരുവൊന്നും ആയിട്ടില്ല. ഏകദേശം ഒരു 3/4 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു പരുവാകുമ്പം തന്നെ നെയ്യും തേങ്ങാക്കൊത്തെല്ലാം വറുത്ത് വെച്ചിട്ടുള്ളതും കൂടി ആ ഒരു നെയ്യും കൂടി കൂട്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുക. തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ കുറേ ടൈം എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റീൽ പാത്രം ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം ചെറിയ പാത്രം എടുത്തിട്ട് ഇങ്ങനെ കുത്തി നോക്കുന്ന സമയത്ത് അടിയിൽ ഇതുപോലെ പറ്റാണ്ട് നിൽക്കണം. അതിൻ്റെ ആ ഒരു ഇത് പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ ആയിട്ടില്ല. ഈ സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ച് നോക്കുന്ന സമയത്ത് ചെറുങ്ങനെ പറ്റുന്നുണ്ടെങ്കിലും അപ്പോൾ 1 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ഞാനിത് നമ്മുടെ നേരത്തെ നെയ്യ് തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മേലെ ഇങ്ങനെ തടവി കൊടുക്കണം. നെയ്യുള്ളത് കൊണ്ട് തന്നെ ഓൾറെഡി പാത്രത്തിലും ആ ഒരു കിണ്ണത്തപ്പത്തിലും നെയ്യുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പറ്റി നിൽക്കുന്നില്ല. അപ്പോൾ അതിങ്ങനെ നല്ല ഇതായിട്ട് അമർത്തിയിട്ട് നല്ല മേലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു നല്ലൊരു ഷേപ്പിലാക്കി എടുക്കുക. പൊന്താണ്ടും അതുപോലെ ചെറിയ ചെറിയ കുഴികളൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയിൽ ആക്കിയെടുത്ത് കൊടുക്കുക.
ഇതുപോലെ മേലെ ഭാഗം ലെവലാക്കി എടുത്തിട്ട് ഒരു മൂടി വെച്ചിട്ടൊന്ന് മൂടി വെക്കുക. ഏകദേശം ഒരു 2-3 മണിക്കൂർ മതി. പക്ഷേ എങ്കിൽ നമുക്കിത് അന്ന് തന്നെ കഴിക്കുമ്പോൾ ചൂട് പോയി കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. പിറ്റേന്ന് കഴിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പിറ്റേന്നാണ് കഴിക്കുന്നുള്ളത്. പിറ്റേന്നത്തേക്ക് അതൊരു കുറച്ച് മൂടി വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്താലും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും തട്ടാത്ത സ്ഥലത്തും വെള്ളമൊന്നും ഇല്ലാത്ത പാത്രത്തിൽ മാത്രം മാറ്റി വെക്കുക. ഇതിൽ കൂടി ഡാർക്കാണ് കിണ്ണത്തപ്പത്തിൻ്റെ കളർ. പക്ഷേ ഈ ഒരു കളറിൽ നമുക്ക് തോന്നുന്നത് തന്നെ 3 ലൈറ്റ് ഇട്ടത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക്